ആദ്യം ശ്രീ എം എൻ കാരശ്ശേരി, ഈ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഒരു മാസമാകാൻ ഇനിയും ദിവസങ്ങളുണ്ട്. പക്ഷേ നിർണായകമായ 2 നിയമനങ്ങളിൽ ആ സർക്കാരിന് ഇടപെടൽ നടത്തി ആ നിശ്ചയിച്ച വ്യക്തികളെ രാജിവെപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ് വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ. അതിൽ ഏറ്റവും ഗൗരവം സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയം അട്ടിമറിക്കാൻ വളരെ ആസൂത്രിതമായിട്ടാണ് ഈ പ്ലീഡർ സ്ഥാനത്തേക്ക് പ്രദീപിനെ നിയമിച്ചത് എന്ന ആരോപണം ഉയരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ആ രാജി ചോദിച്ചു വാങ്ങേണ്ടി വന്ന സാഹചര്യമാണ്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സർക്കാരിനെ സംശയമുനയിലാക്കുന്നതാണോ ഈ സംഭവങ്ങൾ? തീർച്ചയായും. അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ആളുകൾ കൊണ്ടാടിയ ഒരു പാട്ടാണ് പോറ്റിയെ കേറ്റിയെ എന്നുള്ളത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഒരുപക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, ലക്ഷക്കണക്കിനാണോ കോടിക്കണക്കിനാണോ അതിന് നഷ്ടം വന്ന്. വിചിത്രമായൊരു സംഗതിയെ അതുമായിട്ട് ബന്ധപ്പെട്ട അനവധി ആളുകൾ, ദേവസ്വത്തിന്റെ പ്രസിഡന്റുമാര്, വലിയ ഉദ്യോഗസ്ഥന്മാര്, തന്ത്രി, അങ്ങനെ അനവധി ആളുകൾ അതിൽ ഉൾപ്പെട്ടു. അത് വലിയൊരു വിഷയമായി പ്രതിപക്ഷം അത് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തു. അതിനൊന്നും ഒരു തെറ്റുമില്ല. അപ്പോ അവർ അധികാരത്തിൽ കയറുമ്പോൾ ആ അധികാരത്തിൽ കയറാൻ അവരെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിനാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത്. അന്ന് ആ സംഭവം നടക്കുമ്പോൾ ആ പ്രതികളുമായി ബന്ധമുള്ള ഒരു അഡ്വക്കേറ്റിനെ, അദ്ദേഹം വലിയ പ്രഗത്ഭനായിരിക്കാം, എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞുകൂടാ, ആ പ്രാഗൽഭ്യമല്ല അവിടുത്തെ ചർച്ചാ വിഷയം. അദ്ദേഹത്തെ ഗവൺമെന്റിന്റെ പ്ലീഡറായിട്ട് ഒരു സ്പെഷ്യൽ പോസ്റ്റ് ഉണ്ടാക്കി നിയമിക്കുക ചെയ്ത്. തീർച്ചയായിട്ടും സംശയത്തിന്റെ മുൾമുനയിൽ ഗവൺമെന്റിനെ നിർത്തുന്ന ഒരു പരിപാടിയാണത്. കാരണം ജനങ്ങൾ ആഗ്രഹിച്ച എന്താണ്? അത്തരം അനവധി കേസുകളിൽ നീതി കിട്ടണം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കേസ് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അതിൽ വിശ്വാസത്തിന്റെ കാര്യം മാത്രമല്ല, നാട്ടിൽ നടന്ന വലിയൊരു തട്ടിപ്പല്ലേ, കൊള്ളയല്ലേ, അത് നിയമവാഴ്ചയുടെ പ്രശ്നമല്ലേ, അത് വിശ്വാസികളുടെ മാത്രം കാര്യമല്ലോ, പിന്നെ വിശ്വാസികളുടെ ഒരു മനസ്സ് മുറിപ്പെടുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അത് തീരെ ആലോചനയില്ലാതെ ഒന്നും കാണാതെ ചെയ്തു എന്ന് തൽക്കാലം എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അഡ്വക്കേറ്റ് പ്രദീപ് പ്രതികളുടെ പക്ഷത്തുള്ള, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയതാ, പ്രതികളുടെ ഭാഗത്തുള്ള ഒരു സ്ഥാപനവുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നും അദ്ദേഹം അവരുടെ അഡ്വക്കേറ്റ് ആയിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളെ വെക്കുന്നതിന്റെ അനൗചിത്യം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൽ ആരോപണം വരും എന്ന് വ്യക്തമാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്തപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ് വകുപ്പ് മന്ത്രി കെ മുരളീധരൻ നമ്മളോട് പറഞ്ഞത്. അപ്പോ അദ്ദേഹം രാജിവെക്കാൻ ഇടയായി, മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങി എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. വളരെ നന്നായി. അതായത് നേരത്തെ രേണുക പറഞ്ഞല്ലോ സണ്ണി ജോസഫിന്റെ കാര്യം, അദ്ദേഹം സ്വന്തം അളിയനെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെച്ചു എന്നുള്ളത് വലിയ കോലാഹലം ഉണ്ടായപ്പോൾ അദ്ദേഹം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് രാജിവെക്കേണ്ടി വന്നു. അപ്പം ഇങ്ങനെ രാജിവെപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. തൊട്ടു മുമ്പത്തെ പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഇത്തരം ഒരു ബഹളം കൊണ്ടും ഒരു ജനാഭിപ്രായം കൊണ്ടും നമുക്കാരെയും രാജിവെപ്പിക്കാൻ സാധിച്ചിരുന്നില്ല എന്നുകൂടി ഈ സമയത്ത് ഓർമ്മിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ MR അജിത് കുമാർ, അദ്ദേഹത്തെ പറ്റി അനവധി തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ DGP ആക്കി. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം വന്നത് വളരെ പല സന്ദർഭങ്ങളിലും RSSുമായി അദ്ദേഹം രഹസ്യ സംഭാഷണം നടത്തി, അല്ലെങ്കിൽ RSSന് വേണ്ടി BJPക്ക് വേണ്ടി തൃശൂർ പൂരം കലക്കാൻ കൂട്ടുനിന്നു. അത് പ്രതിപക്ഷം മാത്രമല്ല പറഞ്ഞത്, അന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ ഉത്തരവാദിത്വ കുറവുണ്ടായി എന്ന് പറഞ്ഞത് CPI നേതാവും അന്ന് മന്ത്രിയുമായിരുന്ന ശ്രീ രാജനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ലല്ലോ, അദ്ദേഹം എപ്പോഴും സർവീസിലുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ
പുതിയ DGP ആയിട്ട് വന്ന ആള് റാവഡ ആസാദ് ചന്ദ്രശേഖർ. അദ്ദേഹം 1994 ഊത്തോറ് വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ആളാണ് എന്ന് ഈ അടുത്ത കാലം വരെ ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 പേര് മരിച്ചു, 6 പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റി. അത്രയും വിവാദപുരുഷനായ ഒരാളെ DGP ആക്കി വെച്ചു. ഇപ്പോഴും അദ്ദേഹം തുടരുന്നുണ്ട്. അപ്പം ഇത്തരം വിവാദങ്ങളോ പ്രതിപക്ഷത്തിൻ്റെ ബഹളങ്ങളോ മാധ്യമങ്ങളുടെ സമ്മർദ്ദങ്ങളോ ഒന്നും പിണറായി ഗവൺമെന്റിന്റെ കാലത്തെ നിയമനങ്ങൾക്ക് ബാധകമായിരുന്നില്ല. അവർ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ P. ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി. അന്ന് ആരൊക്കെ എന്തൊക്കെ വിവാദങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പ്രവർത്തിച്ചിരുന്ന സർവകലാശാല തലത്തിലുള്ള ഒരു വിവാദം ഞാൻ ഓർക്കുന്നത് പറയാം. ഡോക്ടർ TK നാരായണൻ 2018 കലാമണ്ഡലം വൈസ് ചാൻസലറായി. 2019 ഗവർണറായി വന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടുത്തെ ഒരു നിയമനമായിട്ട് സംസാരിക്കാൻ വേണ്ടി രാജ്ഭവനിലേക്ക് വിളിച്ചു TK നാരായണനെ. അദ്ദേഹം പോയില്ല, ആവർത്തിച്ച് പറഞ്ഞിട്ടും പോയില്ല. അപ്പോൾ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചപ്പോൾ അദ്ദേഹം ചെയ്തത് കലാമണ്ഡലത്തിന്റെ ചാൻസലറായിരിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ അർഹതയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അർഹതയെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുക ചെയ്തത് വിചിത്രമായൊരു കാര്യമായിരുന്നു. അന്ന് കൾച്ചറൽ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് മാപ്പ് പറഞ്ഞ് രാജ്ഭവനിലേക്ക് കത്തയക്കി അവിടെ പോയി പറയുകയൊക്കെ ചെയ്യേണ്ടി വന്നു. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ കേസ് പിൻവലിച്ചു. പക്ഷേ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും TK നാരായണൻ രാജിവെക്കുകയോ TK നാരായണൻ പുറത്താക്കപ്പെടുകയോ ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം 2022 കാലാവധി പൂർത്തിയാക്കി പിരിഞ്ഞുപോയതാണ്. അപ്പം നമ്മൾ ഓർമ്മിക്കേണ്ടത് തീർച്ചയായിട്ടും അനുചിതമായി പെരുമാറി സതീശൻ ഗവൺമെന്റ് എന്നുള്ളതിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ സാമൂഹ്യ സമ്മർദ്ദം കൊണ്ട്, ബഹുജനാഭിപ്രായം കൊണ്ട്, മാധ്യമങ്ങളുടെ നിലപാട് കൊണ്ട് രാജിവെപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു നേട്ടമായിട്ട് കൂടി കാണേണ്ടതാണ്. തൊട്ട് മുമ്പത്തെ പിണറായി ഗവൺമെന്റ് കാലത്ത് നമുക്കത് സാധിച്ചിരുന്നില്ല എന്നുകൂടി ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതാണ്. ശരി, സർക്കാർ സംശയ നിഴലിലാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിനും ഒട്ടും സംശയമില്ല. പക്ഷേ ജനാധിപത്യത്തിന്റെ വിജയം സംഭവിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് സർക്കാരിന്റെ വിജയമല്ല, ജനാധിപത്യത്തിന്റെ വിജയമാണ്. സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്ന് സമ്മതിക്കൽ കൂടിയാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഉൾപ്പെടെയുള്ളവർ വലിയ ആശങ്ക ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നലെ പ്രകടിപ്പിച്ചതാണ്. ഇന്നിപ്പോൾ സർക്കാർ ഈ സ്പെഷ്യൽ പ്ലീഡർ നിയമനം, അതിൽ KB പ്രദീപിനെ നിയമിച്ച നടപടി റദ്ദാക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരു രാജി ചോദിച്ചു വാങ്ങിയിരിക്കുന്നു. താങ്കൾ തൃപ്തനാണോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കാരശ്ശേരി മാഷ് പറഞ്ഞ സ്പിരിറ്റ് വളരെ സ്വാഗതാർഹമാണ്. ഇത് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ഞാനും ശ്രീ ശ്രീജിത്ത് പണിക്കരും ഒക്കെ ഇന്നലെ മറ്റൊരു പ്രമുഖ ചാനലിൽ ചർച്ചയ്ക്കൊക്കെ ഇരുന്നിരുന്നു. ആദ്യം ഈ വാർത്ത കേട്ടപ്പോൾ അയ്യോ ഇതെന്താ ഇങ്ങനെ, ശ്രീ VD സതീശന്റെ സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് സ്വാഭാവികമായി എല്ലാവർക്കും തോന്നും. കാര്യം സ്വർണ്ണക്കൊള്ള നമ്മളെ എല്ലാം വേദനിപ്പിച്ച, കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കിയ, CPM-നോട് ബന്ധപ്പെട്ടവർ അകത്ത് കിടക്കുമ്പോൾ അവർക്കൊരു കവർ ഫയർ എന്ന രീതിയിൽ ശബരിമല തന്ത്രി നിരപരാധി എന്ന് കോടതി പിന്നീട് ചൂണ്ടിക്കാണിച്ച ശബരിമല തന്ത്രിയെ 41 ദിവസം ജയിലിലൊക്കെ പിടിച്ചിട്ട, കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പോയി എന്ന് ആദ്യം അനുമാനിക്കുകയും ഇപ്പോൾ എത്രയോ സ്വർണം പോയി എന്ന് കൃത്യവും ഇപ്പോഴും കുറച്ച് ക്ലാരിറ്റി വരേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭാഗത്ത് നിന്ന് അവരും ആത്യന്തികമായി കോടതി വിധി വന്നിട്ടാണ് പറയാൻ കഴിയുക. ശ്രീ KB പ്രദീപ് എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ എല്ലാ അദ്ദേഹത്തിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു അമ്പലത്തിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.